കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പൊട്ടുമായിട്ട് ഒരു യുവാവ് ചികിത്സക്കായി എത്തി. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു കൈക്ക് വലിയൊരു ശസ്ത്രക്രിയ ചെയ്യാനുണ്ട്, കൈയുടെ കമ്പി മാറ്റിയിടണമെന്ന്. അതിനുവേണ്ടി ശസ്ത്രക്രിയയും കഴിഞ്ഞു. അതിനുശേഷമാണ് അറിയുന്നത് തനിക്കിടാൻ വേണ്ടി കയ്യിൽ വാങ്ങി വെച്ച കമ്പിയല്ല ഡോക്ടേഴ്സ് ആ കയ്യിലിട്ടുന്നത്, മറ്റാർക്കോ വേണ്ടിയുള്ള ഒരു കമ്പിയാണ് ആ കയ്യിലിട്ട് കൊടുത്തിരിക്കുന്നതെന്ന്. ഓപ്പറേഷന് ശേഷം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും വേദനയും അനുഭവിക്കുമ്പോഴാണ് ഈ ഒരു സത്യം ആ യുവാവ് മനസ്സിലാക്കിയത്. അതേ തുടർന്ന് വീണ്ടും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടപ്പോൾ യുവാവ് വേദന കാരണം പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ഉണ്ടായെന്ന് പറയുന്നത്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല എന്നാണ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക, അത്രയും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യത്തെ സംഭവം എന്നല്ലാട്ട് അങ്ങനെ ഒരുപാട് കേസുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ അങ്ങനെ ഒരേ പരാതികളായിട്ട് വരുന്നത്. ഇപ്പം അടുത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കൈക്ക് ഇങ്ങനെ 6 വിരൽ, നമുക്ക് 5 വിരലിന് പകരം 6 വിരലുമായിട്ട് ചികിത്സയ്ക്ക് എത്തിയ ഒരു കുട്ടി, 4 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി. അപ്പോൾ ആ ഒരു വിരൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി എത്തിയത്. പക്ഷേ അവിടെ ഡോക്ടേഴ്സ് ചെയ്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. നാവിന് ഒരു കുഴപ്പമില്ലാത്ത ഒരു കുട്ടിക്ക് ശസ്ത്രക്രിയ മാറി ചെയ്തു. കൈക്ക് ചെയ്യേണ്ട ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, നാവിനാണ് ചെയ്തത്. അത്ര പോലും ഒരു എന്താ പറയുക, അത്രയും ശ്രദ്ധയില്ലാതാണ് ഒരേ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് തന്നെ വേണം പറയാൻ. അപ്പോൾ എന്താ പറയുക, ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റാരും കഴിയൊഴിഞ്ഞാലും ഓടിയെത്തുന്നത് എന്ത് അസുഖമായാലും നമ്മളിപ്പോൾ എന്താ പറയുക, ദൈവങ്ങളോടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചാലും ആകെ പിന്നെ നമുക്കൊരു ആശ്രയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആശ്രയം എന്ന് തന്നെ പറയാം ഡോക്ടേഴ്സ്. അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് മറ്റാരേക്കാളും. നമുക്കൊരു അസുഖമായിട്ട് പോകുമ്പോൾ അവരുടെ അടുത്ത് പോയാൽ അത് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ പോകുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പേടിയാണ്. നമ്മൾ ഒരു അസുഖം വേണ്ടി മാറാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത അവിടുന്ന് എന്ത് അസുഖമായിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയും ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് ഈ ഡോക്ടേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ബോധപൂർവമല്ലാത്തൊരു കാട്ടിക്കൂട്ടലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എത്രയും പഠിപ്പും വിവരമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു ജോലിയും അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. കാരണം ഒരു ജീവനാണ്, വേറെ ഒന്നുമല്ല. നമ്മളൊരു സാധനങ്ങൾ റിപ്പയർ ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, ഒരു ജീവനാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ഇത് കാണിക്കുമ്പോൾ, അലസത കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 1-2 പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യം ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഓരോന്നും ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ആക്ഷനും കാര്യങ്ങളും എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ജീവനം കൊണ്ട് പോകുന്നവരുടെ ഒരു അവസ്ഥ എന്താണ് പിന്നീട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ചിട്ടുള്ള എന്താ പറയുക, ഓരോ ന്യൂസും കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയധികം കേസുകളാണ് ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ പുറത്ത് അറിഞ്ഞ കാരണം അറിയാതെയും എത്ര കേസുകൾ ഇവരിങ്ങനെ ഒതുക്കി തീർക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഓരോരുത്തർ പറയുന്ന കാരണമാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഓരോ ജീവനാണ്, അത്രയും വിലപ്പെട്ട ജീവനുകളാണ്. അപ്പോൾ അവരത് പരമാവധി സൂക്ഷിച്ച് അവരുടെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്.